നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു വാർത്തയാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരാൾ മരിച്ചു. ഇത് കേൾക്കുമ്പോൾ വളരെ സമാധാനകരമായൊരു മരണമെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ മെഡിക്കൽ ശാസ്ത്രം പറയുന്നത് അതല്ല. ഉറക്കത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിത മരണങ്ങൾ സാധാരണയായി ശരീരത്തിനുള്ളിലെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ മുന്നറിയിപ്പാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉറക്കത്തിൽ ആളുകൾ എന്തുകൊണ്ട് മരിക്കുന്നു, അതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്, കൂടാതെ അത് തടയാൻ കഴിയുമോ എന്നതാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രധാന കാരണം. ഉറക്കത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിത മരണങ്ങളുടെ ഏറ്റവും വലിയ കാരണം സഡൻ കാർഡിയാക് അറസ്റ്റാണ്. ഇതിൽ ഹൃദയം പെട്ടെന്ന് താളം തെറ്റി നിർത്തപ്പെടുന്നു. ഇത് സാധാരണയായി കാണപ്പെടുന്നത് ഹൃദയത്തിലെ രക്തക്കുഴലുകൾ അടയുമ്പോൾ, അതായത് കൊറോണറി ആർട്ടറി ഡിസീസ്, ഹൃദയമിടിപ്പ് അസാധാരണമാകുമ്പോൾ, അതായത് അരിത്മിയ, ഹൃദയ വാൽവ് പ്രശ്നങ്ങളുണ്ടായാൽ. ഇവയിൽ പലതും വ്യക്തിക്ക് മുമ്പ് വ്യക്തമായ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഇത് സൈലന്റ് കില്ലർ എന്ന് വിളിക്കപ്പെടുന്നത്. ഡോക്ടർമാർ പറയുന്നത് സമയബന്ധിതമായി ഹൃദയ പരിശോധനകൾ നടത്തുകയും BP, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുകയും ചെയ്താൽ ഈ അപകടം വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയും. സ്ലീപ്പ് അപ്നിയ, ഉറക്കത്തിലെ ശ്വാസതടസ്സം. ഉറങ്ങുമ്പോൾ ശ്വാസവഴി ഇടയ്ക്കിടെ അടയുകയും ഓക്സിജൻ കുറയുകയും ചെയ്യും. ലക്ഷണങ്ങൾ: കൂർക്കം വലി, ഉറക്കത്തിനിടയിൽ ശ്വാസം നിൽക്കുന്നത്, പകൽ അമിതമായ ക്ഷീണം. ഇത് ഹൃദയത്തിന് വലിയ സമ്മർദ്ദമുണ്ടാക്കുകയും ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യാം. ചികിത്സയിൽ പ്രധാനമാണ് CPAP മെഷീൻ ഉപയോഗം, ശരീരഭാരം കുറയ്ക്കൽ, മദ്യവും പുകവലിയും ഒഴിവാക്കൽ. പ്രമേഹം, ഡയബറ്റിസ്, പ്രത്യേകിച്ച് ടൈപ്പ് 1 പ്രമേഹമുള്ളവരിൽ രാത്രിയിൽ ഷുഗർ വളരെ താഴ്ന്നു പോകുന്നത് അപകടകരമാണ്. ഇതിനെ ഡെഡ് ഇൻ ബെഡ് സിൻഡ്രോം എന്നും പറയുന്നു. ഇതൊഴിവാക്കാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഷുഗർ പരിശോധിക്കുക, ഡോക്ടർ നിർദ്ദേശിച്ച ഇൻസുലിൻ ഡോസ് പാലിക്കുക, രാത്രി ലക്ഷണങ്ങൾ തിരിച്ചറിയുന്ന അലേർട്ട് സംവിധാനങ്ങൾ ഉപയോഗിക്കുക. തലച്ചോറിലെ സ്ട്രോക്ക്, ഉറക്കത്തിനിടയിൽ സംഭവിക്കുന്ന മറ്റൊരു ഗുരുതര കാരണം സ്ട്രോക്കാണ്. ഉയർന്ന രക്തസമ്മർദ്ദം, രക്തക്കുഴൽ ബ്ലോക്ക് അല്ലെങ്കിൽ ബ്രെയിൻ ആനൂറിസം എന്നിവ ഇതിന് കാരണമാകാം. ലക്ഷണങ്ങൾ പലപ്പോഴും രാത്രി ശ്രദ്ധിക്കപ്പെടാതെ പോകാം. അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയുന്നത് BP നിയന്ത്രിക്കുക, കൊളസ്ട്രോൾ കുറയ്ക്കുക, സ്ഥിരമായി ആരോഗ്യ പരിശോധന നടത്തുക. എപ്പിലെപ്സി, സ്യൂഡപ്പ് അപകടം. എപ്പിലെപ്സി രോഗികളിൽ ചിലപ്പോൾ സഡൻ അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് ഇൻ എപ്പിലെപ്സി സംഭവിക്കാം. ഇത് പലപ്പോഴും ഉറക്കത്തിനിടയിലാണ് സംഭവിക്കുന്നത്. കാരണം സീഷർ നിയന്ത്രണം നഷ്ടപ്പെടുക, ശ്വാസതടസ്സം. മുൻകരുതലുകൾ: മരുന്നുകൾ സമയത്ത് കഴിക്കുക, ഡോക്ടർ ഫോളോ അപ്പ് ഒഴിവാക്കരുത്, സീഷർ മോണിറ്ററിംഗ് ഡിവൈസുകൾ ഉപയോഗിക്കുക. ശ്വാസകോശ പ്രശ്നങ്ങൾ, ആസ്മ, COPD പോലുള്ള രോഗങ്ങളുള്ളവരിൽ ഉറക്കത്തിനിടയിൽ ശ്വാസതടസ്സമുണ്ടാകാം. പ്രത്യേകിച്ച് രാത്രിയിൽ ഇത് കൂടുതൽ അപകടകരമാണ്. അതിനാൽ ഇൻഹേലർ സമയത്തുപയോഗിക്കുക, പൊടി, പുക എന്നിവ ഒഴിവാക്കുക, ചികിത്സ നിരന്തരം തുടരുക. അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ജീവിതശൈലീ ഘടകങ്ങൾ. ചില ജീവിതശൈലീ കാരണങ്ങൾ ഉറക്കത്തിലെ മരണസാധ്യത കൂട്ടുന്നു. പുകവലി, അമിത മദ്യപാനം, അമിതഭാരം, ഉറക്കക്രമമില്ലായ്മ, വ്യായാമക്കുറവ് എന്നിവ. ഇവയെല്ലാം ഹൃദയത്തിനും ശ്വാസകോശത്തിനും വലിയ സമ്മർദ്ദം നൽകുന്നു. എങ്ങനെ ജീവൻ രക്ഷിക്കാം? ഡോക്ടർമാർ പറയുന്ന പ്രധാന നിർദ്ദേശങ്ങൾ: വർഷത്തിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യം സമഗ്ര ആരോഗ്യ പരിശോധന നടത്തുക, BP, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുക, ഉറക്കശീലങ്ങൾ ശരിയാക്കുക, ആരോഗ്യകരമായ ഭക്ഷണം പാലിക്കുക, വ്യായാമം പതിവാക്കുക, ലക്ഷണങ്ങൾ അവഗണിക്കരുത്. അവസാനമായി, ഉറക്കത്തിൽ മരണം സമാധാനകരമായി തോന്നിയെങ്കിലും അതിന് പിന്നിൽ പലപ്പോഴും ശരീരം നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് കാരണം. ഹൃദയരോഗങ്ങൾ, സ്ലീപ്പ് അപ്നിയ, പ്രമേഹം, സ്ട്രോക്ക്, എപ്പിലെപ്സി തുടങ്ങിയ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തിയാൽ വലിയൊരു ശതമാനം മരണങ്ങൾ തടയാൻ കഴിയും. ഓർമ്മിക്കുക, നമ്മുടെ ഉറക്കം സമാധാനകരമാകണം, അപകടകരമല്ല. Stay healthy. Follow for more.